നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണയെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ദേശീയ അന്വേഷണ ഏജൻസിക്ക് കിട്ടിയത് നിർണായക വിവരങ്ങളാണെന്ന സൂചനകൾ പുറത്തുവരുന്നു. ദിവസവും 8 മുതൽ 10 മണിക്കൂർ വരെയാണ് ചോദ്യം ചെയ്യൽ. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഡൽഹി കോടതിയുടെ ഉത്തരവ് പ്രകാരം റാണയുടെ വൈദ്യപരിശോധന ഉറപ്പാക്കാനും അഭിഭാഷകനെ കാണാനും ശ്രമിക്കുന്നുണ്ടെന്ന് NIA വൃത്തങ്ങൾ പറഞ്ഞു. CGO കോംപ്ലക്സിലെ ഭീകരവിരുദ്ധ ഏജൻസിയുടെ ആസ്ഥാനത്തെ അതീവ സുരക്ഷാ സെല്ലിലാണ് ഇയാളെ പാർപ്പിച്ചിരിക്കുന്നത്. 24 മണിക്കൂറും കാവലുണ്ട്. റാണയുടെ കൊച്ചി സന്ദർശനം അടക്കം നിർണായക വിവരങ്ങൾ കിട്ടിയിട്ടുമുണ്ട്. മുംബൈ ഭീകരാക്രമണത്തിന് മുമ്പ് തഹാവൂർ റാണ ദുബായിൽ കണ്ടുമുട്ടിയ ദുരൂഹ വ്യക്തിയെക്കുറിച്ച് NIA അന്വേഷണം ആരംഭിച്ചു. ഭീകരാക്രമണത്തെക്കുറിച്ച് ഇയാൾക്ക് മുൻകൂട്ടി അറിവുണ്ടായിരുന്നുവെന്നാണ് US അന്വേഷണ ഏജൻസികൾ നൽകിയ രേഖകളിൽ നിന്ന് NIAക്ക് ലഭിച്ച വിവരം. ഇതിനൊപ്പം കൊച്ചിയിൽ റാണയെ കണ്ട ആളും എല്ലാം അറിഞ്ഞിട്ടുണ്ട്. മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ ശേഖരിച്ച വിവിധ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ വംശജനും കനേഡിയൻ പൗരനുമായ റാണയെ ചോദ്യം ചെയ്യുന്നത്. മറ്റൊരു സൂത്രധാരൻ ഡേവിഡ് കോൾമാൻ ഹെഡിയുമായി നിരന്തരം ഇയാൾ ബന്ധപ്പെട്ടതായുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് അന്വേഷണ ഏജൻസി വൃത്തങ്ങൾ പറയുന്നു. 2008 ആക്രമണത്തിന് മുന്നോടിയായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾ യാത്ര നടത്തിയതിനുള്ള തെളിവുകളും ലഭ്യമായി. കൊച്ചിയിൽ റാണ പലവട്ടം വന്നിട്ടുണ്ട്. കൊച്ചിയിൽ റാണ കണ്ടയാളെ NIA കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിരോധിത സംഘടനയുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് നിരീക്ഷണത്തിലുള്ളത്. തീവ്രവാദ കേസിൽ ജയിലിലുള്ള തടിയന്റെ നസീറുമായി ബന്ധമുള്ള വ്യക്തിയാണ് NIAയുടെ കസ്റ്റഡിയിലുള്ളതെന്നും സൂചനയുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും NIA ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. മലയാളിയാണോ കസ്റ്റഡിയിലുള്ളതെന്നും വ്യക്തമല്ല. ഇന്ത്യയിലെ റാണയുടെ യാത്രകൾക്കെല്ലാം ഇയാൾ സൗകര്യം ഒരുക്കിക്കൊടുത്തുവെന്നാണ് സൂചന. ദുബായിൽ റാണ ബന്ധപ്പെട്ടതാരെയെന്നും മുംബൈ ഭീകരാക്രമണത്തിൽ ഇയാളുടെ പങ്കെന്താണെന്നും അന്വേഷിച്ചു വരുന്നതായി NIA സ്ഥിരീകരിച്ചു. ഉടൻ ഒരു ഭീകരാക്രമണം നടക്കുമെന്നും അതിനാൽ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യരുതെന്നും ഡേവിഡ് കോൾമാൻ ഹെഡി എന്ന ദാവൂദ് ഗിലാനി 2008 റാണയ്ക്ക് മുന്നറിയിപ്പ് നൽകിയതായി NIA വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഹെഡിയാണ് ഭീകരാക്രമണ ഗൂഢാലോചനയിൽ പങ്കുള്ള ദുരൂഹ വ്യക്തിയുമായി ദുബായിൽ റാണയ്ക്ക് കൂടിക്കാഴ്ച ഒരുക്കിയതും വിവരം ആസന്നമായെന്ന വിവരം റാണയെ അറിയിച്ചതും ഇയാളാണ് എന്നാണ് സൂചന. ദുബായിൽ റാണ കണ്ടയാൾ പാകിസ്ഥാൻ ചാര സംഘടനയായ ISIയുമായി ബന്ധമുണ്ടായിരുന്നു എന്നും NIA അന്വേഷിച്ചു വരുന്നു. മറ്റ് ഇന്ത്യൻ നഗരങ്ങളിലും ആക്രമണം നടത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു മുംബൈ ദൗത്യം. 2008 നവംബർ 13-നും 21-നും മധ്യേ ഭാര്യ സംറാസ് റാണ അക്തറിനൊപ്പം റാണ ഡൽഹി, കൊച്ചി, അഹമ്മദാബാദ്, മുംബൈ, ഉത്തർപ്രദേശ്, ആഗ്ര, ഹാംപൂർ എന്നീ നഗരങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിലും ഭീകരാക്രമണത്തിന് മുന്നോടിയായുള്ള നിരീക്ഷണമാണോ നടന്നതെന്നറിയാൻ ചോദ്യം ചെയ്യലിനൊപ്പം റാണയുടെ യാത്രാരേഖകളും കൂടുതൽ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ചോദ്യം ചെയ്യലിൽ റാണ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്നും മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥനായ റോയിയുടെ നേതൃത്വത്തിലുള്ള NIA സംഘമാണ് ചോദ്യം ചെയ്യുന്നത്. പേന, പേപ്പർ അല്ലെങ്കിൽ നോട്ട്പാഡ്, ഖുറാൻ എന്നിവ മാത്രമാണ് റാണ ഇതുവരെ ആവശ്യപ്പെട്ടതെന്നും NIA ഉദ്ധരിച്ച ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട പ്രത്യേക ആവശ്യം റാണ ഇതുവരെ ഉന്നയിച്ചിട്ടുമില്ല. മറ്റേതൊരു പ്രതിക്കും നൽകുന്ന ഭക്ഷണ സാധനങ്ങൾ അദ്ദേഹത്തിന് നൽകുന്നുണ്ടെന്നും പറയുന്നു. 2019 FBIയുടെ അറസ്റ്റിലായ റാണ ലോസ് ആഞ്ചലസിലെ ജയിലിലാണ് കഴിഞ്ഞിരുന്നത്. ഇന്ത്യക്ക് കൈമാറണമെന്നായിരുന്നു റാണയുടെ ഹർജി. US സുപ്രീം കോടതി തള്ളുകയായിരുന്നു. ഈ വർഷം ഫെബ്രുവരി മാസത്തിലാണ് റാണയെ ഇന്ത്യക്ക് കൈമാറാനുള്ള ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത്. റാണയെ ഇന്ത്യയിലെത്തിക്കാൻ വിവിധ ഏജൻസികൾ അടങ്ങുന്ന സംഘം അമേരിക്കയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്.